ചെറുതാഴം മേലെ അതിയിടത്തെ പി.ടി. ശബരിനാഥ് എന്ന മിടുക്കൻ പരിമിതികളെ മറികടന്ന് കലാകായിക രംഗത്ത് തിളങ്ങുകയാണ്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടമേളത്തിൽ ഉൾപ്പെടെ മിന്നും ജയമാണ് ശബരി സ്വന്തമാക്കിയത്. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. കലാകായിക രംഗത്ത് മികവാർന്ന വിജയം സ്വന്തമാക്കുന്ന പ്രതിഭയായ ശബരിനാഥിനെ പരിചയപ്പെടുത്തുകയാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് കായിക മേഖലയിൽ ദേശീയ തലത്തിൽ മെഡൽ സ്വന്തമാക്കിയ ശബരിനാഥ ഇപ്പോൾ സംസ്ഥാന ഭിന്നശേഷി കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ മികവാർന്ന വിജയം സ്വന്തമാക്കി നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് ശബരിനാഥ. കലാകായിക രംഗത്ത് ശബരി നേടിയെടുത്ത വിജയങ്ങൾക്ക് തിളക്കമേറെയുണ്ട്. ദേശീയ തലത്തിൽ ഷോട്ട്പുട്ടിൽ സ്വർണവും ഓട്ടമത്സരത്തിൽ വെള്ളിയും സ്വന്തമാക്കി നാടിന് അഭിമാനമായ ശബരി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശബരിയുടെ ഇഷ്ടങ്ങളും കഴിവുകളും തിരിച്ചറിഞ്ഞ് അച്ഛൻ കാണിച്ചുകൊടുത്ത വഴിയിലൂടെ അവൻ സഞ്ചരിച്ച് നേടിയെടുത്ത നേട്ടങ്ങൾക്ക് അല്പം മധുരം കൂടുതലാണ്. ചെണ്ടമേളത്തോടുള്ള ശബരിയുടെ ഇഷ്ടം കണ്ടെത്തിയവരെ കുറിച്ച് അച്ഛൻ പറയുന്നത് ഇങ്ങനെ: നമ്മളെ ഈ മക്കള് ആകെ നല്ല കഴിവുള്ള മക്കളുണ്ട്, പക്ഷെ അവരെ പൊതുസമൂഹത്തിൽ എത്താൻ പറ്റുന്നില്ല. പക്ഷെ ഇതുപോലത്തെ കലാമേളയ്ക്ക് വരുമ്പോൾ നമ്മുടെ മക്കള് പൊതുസമൂഹത്തിൽ എത്തുന്നു. പക്ഷേ ഈ ചെണ്ടമേളത്തിൽ ഏകദേശം നേടി അതിൽ ഭയങ്കര സന്തോഷമാണ്. ഇവൻ ചെണ്ടമേളം പഠിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മാടായി BRC ആണ് കാരണം 2019 മാടായി BRCയിൽ ഒരു ഓണ പ്രോഗ്രാമിന് ചെണ്ട കൊണ്ടുവന്നിരുന്നു. ആ ചെണ്ട വെളിയിൽ വെച്ച സമയത്ത് അകത്ത് ഇരിക്കുന്ന നമ്മുടെ അന്നത്തെ BBC ആയിരുന്ന രാജേഷ് കടന്നപ്പള്ളി സാർ ആ സൈന്യത്തിന് അതിൽ ശബ്ദം കേട്ട് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ താളം പിടിക്കുന്ന കണ്ടു. അത് വീഡിയോയിൽ പകർത്തി അന്നത്തെ MLA ആയിരുന്ന TV രാജേഷ് ചേട്ടനെ കാണിക്കുകയും അപ്പം ആ വീഡിയോ കണ്ട ശേഷമാണ് ഇത് മാടായി ക്ഷേത്രകലാ അക്കാദമിയും അതുപോലെ മാടായി BRCയും കൂടി തമ്മിലായിട്ട് ഈ 14 കുട്ടികൾക്ക് ചെണ്ടമേളം നടത്തിയത്. അതിൽ ലാസ്റ്റ് അരങ്ങേറ്റം കഴിച്ചത് 12 കുട്ടികളാണ്. അതിലെ സന്തോഷം തന്നെയാണ്. അതിലൊരു മിടുക്കനാണ്, ചെറിയ കൊച്ചു മിടുക്കൻ. എന്നാലും മോന് 7 വയസ്സാണ്. ആ 7 വയസ്സിലെ മോനാണ് അന്ന് അരങ്ങേറ്റം നടത്തിയത്. പിന്നെ അതുപോലെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി അവാർഡ് ദാന ചടങ്ങിൽ ചെണ്ടമേളം നടത്തി. അതിൽ ദേവസ്വം മന്ത്രി അതുപോലെ പെരുമാനം കുട്ടന്മാരാവ് അവരുടെ കയ്യിൽ നിന്ന് സ്നേഹോപകാരം ഏറ്റുവാങ്ങി. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. ഒപ്പം ശബരിയുടെ കലാകായിക മേഖലയിലെ നേട്ടങ്ങൾ ഇങ്ങനെ: ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് എൻ്റെ മോൻ്റെ പേരിലാണ്, ശബരിയുടെ അച്ഛനല്ലേ എന്ന പേരിലാണ് ഞാൻ പറയപ്പെടുന്നത്. അതുപോലെ ഒരു 2 മാസം മുമ്പേ കൊച്ചിയിൽ വെച്ച് നടന്ന നാഷണൽ ഡൗൺ സിൻഡ്രോം നാഷണൽ ഗെയിംസിൽ അതിൽ ഷോർട്ട് പുട്ടിൽ സ്വർണ്ണ മെഡൽ നേടി. അതുപോലെ 50 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടി. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ മോനെ പറ്റി സന്തോഷിച്ച് പറയാനുള്ളത്. സംസാരിക്കാൻ പ്രയാസമുണ്ട് ശബരിക്ക്. താങ്ങായും തണലായും കുടുംബവും അധ്യാപകരുമെല്ലാം കൂടെയുണ്ട്. ശബരിയെ പോലുള്ള കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സാധാരണ കുട്ടികളെ പോലെ തന്നെ ഇവർക്കും പ്രോത്സാഹനം നൽകണം. ഈ കുഞ്ഞുങ്ങളെ കൂടി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജനോത്സവ വേദിയായ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണം. മറ്റു കുട്ടികൾക്ക് നൽകുന്ന പരിഗണന ഇവർക്കും ലഭ്യമാക്കണം. നാളെ മിന്നും താരങ്ങളാക്കി ഇവരെ മാറ്റിയെടുക്കാൻ നമ്മുടെ പരിശ്രമം കൂടി വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭിന്നശേഷി ദിനത്തിൽ. ശബരിക്ക് ചില അക്ഷരങ്ങൾ മാത്രമേ ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവനൊന്ന് സംസാരിച്ച് കാണണം എന്നുള്ളതാണ് അവന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശബരിയെ പോലുള്ള കുഞ്ഞുങ്ങളെ ശരിക്കും വിഭിന്ന ശേഷി കുട്ടികളാണ്. ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.